ഹലോ ഫ്രണ്ട്സ്. സമ്മാനങ്ങൾ കൊടുക്കാനും വാങ്ങാനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ ക്രൈം പാർട്ട്നേഴ്സിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ചേച്ചി പെണ്ണിന് വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടാക്കാം. ഒരുപാട് സമയമൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു കുഞ്ഞ് ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സ് ആണ് എൻ്റെ മനസ്സിൽ. നമുക്കൊരു കുഞ്ഞ് ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സ് ഒരുപാട് ലവ് വെച്ചുണ്ടാക്കിയാലോ? നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വാല്യൂലല്ലടോ, അത് നമ്മൾ കൊടുക്കാൻ കാണിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെയും നമ്മൾ അവർക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഇല്ലേ, അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ടൈം എടുത്ത് നമ്മുടെ ഒരു എഫേർട്ടിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മളായിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇത്രയും ഇത്രയും ടൈമിലായിരുന്നിട്ട് പോലും ഞാൻ ഈ എഫേർട്ട് എടുത്തത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. 1 രൂപ കൊടുത്താൽ പോലും അത് സ്നേഹത്തോടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് അപ്പുറം ഒരാൾ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി അല്ലാതെ നമ്മൾ വേറെ ആർക്ക് വേണ്ടിയാണോ ഈ എഫർട്ടൊക്കെ എടുക്കേണ്ടത്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടൈമില്ല, എക്സാംസ് ആണ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രെസ്സിലാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ടല്ലോ, അതിനു വേണ്ടി നമുക്ക് എന്തും ചെയ്യാം, എത്ര വേണേലും കഷ്ടപ്പെടാം. ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുമെന്ന് പറയില്ലേ? എന്നാൽ എനിക്കിവിടെ രണ്ടുപേരാണ്. എന്തൊക്കെ വന്നാലും എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഉറപ്പുള്ള രണ്ടുപേർ. ഒരു വലിയ സങ്കടം കരുതലായി ജീവിതത്തെ വന്ന് മൂടിയപ്പോൾ, എൻ്റെ സ്പെഷ്യൽ ഡേ പോലും ഞാൻ മറവിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ, അത് ഓർമ്മിപ്പിക്കാനായി, എന്നെ സന്തോഷിപ്പിക്കാനായി എൻ്റെ അരികിലേക്ക് ഓടിയെത്തിയവരാണ്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ ഈ ബിഗ് ഡേയിൽ ഞാൻ കൂടെയില്ലെങ്കിൽ എങ്ങനെയാണ്? അവൾക്കായി ഞാനൊരു സർപ്രൈസ് ഒരുക്കിയില്ലെങ്കിൽ എങ്ങനെയാണ്? എപ്പോഴും കൂടെ നിൽക്കുന്നവൾക്ക് ഒരു കുഞ്ഞു ഇഷ്ടം കൂടി ആവാലേ. അവൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അവൾക്ക് ചേരുമെന്ന് ഓർത്ത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിയതാണിത്. എൻ്റെ ക്രൈം പാർട്ട്നേഴ്സിനെ പോലെ നിങ്ങളുടെ ലൈഫിലുണ്ടാവില്ലേ കുറച്ച് പേര്? ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേര്, അവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുതേ.